സുഭാഷ് വന്നു കയറുമ്പോൾ നികേഷ് പറയും വാ വാ കാത്തിരിക്കായിരുന്നു ഞങ്ങൾ. ഹരീഷ് സുഭാഷിനെ ഇക്കിളിയാക്കി പറയും കൊച്ചു കള്ള, വിചാരിച്ച പോലെ അല്ല ആള്. സുഭാഷ് ചോദിക്കും എന്തു പറ്റി? നികേഷ് ചോദിക്കും ഇന്നലെ എങ്ങോട്ടാ പോയത്? സുഭാഷ് ഒന്നും പറയില്ല. ഹരീഷ് പറയും ശരി, എവിടുന്നാ വന്നത്? സുഭാഷ് പറയും മനസ്സിലായില്ല. നികേഷ് ചോദിക്കും മനസ്സിലായില്ല? വരുമ്പോൾ ഇങ്ങനെ ചിരിച്ചു വരാനുള്ള കാരണം എന്താ? സുധീഷ് പറയും മാറിയത് ഞാൻ ചോദിക്കാം. സുഭാഷ് ഏട്ടാ, ഇന്നലെ അവിനാശിൻ്റെ വീട്ടിൽ പോയില്ലേ? ഇല്ലേ? അവിടെ ചാന്ദിനി എന്ന് പറയുന്നൊരു പെൺകുട്ടിയില്ലേ? ആ കുട്ടിയെ പറ്റി അവിനാശ് എന്താ പറഞ്ഞത്? നിധി ചോദിക്കും ചാന്ദിനിയുടെ ചേട്ടൻ അവിനാശിൻ്റെ പ്രപ്പോസലിന് സുഭാഷ് ഏട്ടൻ എന്ത് മറുപടി പറഞ്ഞു? അത് കേൾക്കുമ്പോൾ സുഭാഷിന് കാര്യം മനസ്സിലാവും. സുഭാഷിന് വല്ലാത്തൊരു നാണം തോന്നും. നിധി പറയും കണ്ടോ കണ്ടോ, സുഭാഷ് ഏട്ടൻ മറുപടി പറയുന്നില്ല. സുധീഷ് പറയും കണ്ടോ കണ്ടോ, ഈ കാരണം കൊണ്ടല്ലേ ചാന്ദിനി ഇടയ്ക്കിടയ്ക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വരുന്നത്. സുഭാഷ് പറയും ചുമ്മാ നീ ഓരോ കഥകളുണ്ടാക്കല്ലേ. അവിനാശ് എന്തോ ചോദിച്ചു, ഞാനെന്തോ പറഞ്ഞു എന്നല്ലാതെ ബാക്കി സുഭാഷിന് പറയാൻ കഴിയില്ല. ഞാൻ പോകാൻ നോക്കട്ടെ എന്ന് പറയും. അവരാണെങ്കിൽ സുഭാഷിനെ വിടുന്നില്ല. അവിടെ നിൽക്ക്, പോകാൻ വരട്ടെ, കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. അവിനാശ് എന്താ സുഭാഷ് ഏട്ടനോട് പറഞ്ഞത്? സുഭാഷ് അറിയൂ അതോ? അത് ഞാൻ പറയാം. അവിനാശ് ഇന്നലെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് സുഭാഷ് പറയുന്നത് പോലെ കാണിച്ചിട്ട് അവിടുന്ന് ഓടുകയാണ്. അവരൊക്കെ പിന്നാലെ ഓടി നോക്കും. സുഭാഷ് അവിടുന്ന് അച്ഛൻ്റെ സൈക്കിളും എടുത്ത് പോവും. അച്ഛൻ പറയും എടാ സൈക്കിൾ കൊണ്ടുപോകല്ലേ, എനിക്ക് ബീവറേജിൽ പോകാനുള്ളതാ. ആ സൈക്കിൾ ഉന്തി പോകുമ്പോൾ സുഭാഷിൻ്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം തോന്നും. വർക്ക്ഷോപ്പിൽ നിന്ന് ഹരീഷിനോട് അവർ ചോദിക്കുകയാണ് നിങ്ങൾ നീതുവിനെ കൊണ്ട് സിനിമയ്ക്കൊന്നും പോകാറില്ലേ? ഹരീഷ് ചോദിക്കുക എന്തിനെന്നോ, അതൊക്കെ ഒരു ആചാരമല്ല ആശാനെ, ഞങ്ങൾ വെറുതെ സംസാരിച്ചാൽ തന്നെ വഴക്കാ, ഇനി തിയേറ്ററിൽ പോയിട്ട് അടിയുണ്ടാക്കണം. ആളുടെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദാ വരുന്ന ആൾ. ഹരീഷ് നോക്കുമ്പോൾ നീതു അങ്ങോട്ട് വരികയാണ്. നീതു പറയും ഞാൻ വിളിച്ചാൽ എടുക്കാൻ പറ്റില്ല അല്ലേ? ഹരീഷ് പറയും താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ കോള് കട്ടാക്കി ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്. ഹരീഷ് പറയും ഫോൺ കട്ടാക്കി അതിനർത്ഥം സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണെന്ന് മനസ്സിലാക്കിക്കൂടെ എന്ന് കരുതി ഞാൻ ഉപേക്ഷിച്ച് പോകുന്നതാണോ വിചാരിച്ച്? ഹരീഷ് പറയും ഇനി ഇതും പറഞ്ഞ് വഴക്കിടാൻ ഇങ്ങോട്ട് വരില്ലേ? കൂടെ ജോലി ചെയ്യുന്നവരും ഞങ്ങൾ പോയിട്ട് ഓരോ ചായ കുടിച്ചു വരാം. അതും പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. നീതു പറയും നീയാണ് എനിക്ക് ആകെ സംസാരിക്കാനുള്ളത്, എൻ്റെ വീട്ടിൽ എന്നോട് ആരും സംസാരിക്കാറ് പോലുമില്ല. ഹരീഷ് എന്താ എന്നോട് സംസാരിക്കാത്തത്? ഹരീഷ് പറയും സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. പിന്നെ ഹരീഷ് ആരോടാ സംസാരിക്കുക? ഹരീഷ് ചോദിക്കും എന്തിനാ സംസാരിച്ചിട്ട്, ഇപ്പോൾ വന്ന് കയറിയപ്പം തന്നെ വഴക്കല്ലേ? നീതു പറയും എന്നെ സെൽഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ടാ ഞാൻ അന്ന് കച്ചറ ഉണ്ടാക്കിയത്. ഹരീഷ് പറയും 24 മണിക്കൂറും നീ നിന്നെപ്പറ്റി മാത്രം ആലോചിക്കുന്നു, ആ നിന്നെ സെൽഫിഷ് എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക? വഴക്കുണ്ടാക്കണമെന്ന് തോന്നിയാൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കും. നിന്റെ ചേട്ടൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് മാറിത്തരണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലെ അവസ്ഥകളൊക്കെ നിനക്കും അറിയാലോ. സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം നടക്കുമെന്ന് വഴി വെച്ച് കണ്ടപ്പോൾ ഞാൻ സുഭാഷ് ഏട്ടനോടൊന്ന് പറഞ്ഞുപോയി. അത് തെറ്റാണോ ഹരീഷ്? ഹരീഷ് അറിയടി, നീ ആ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് സുഭാഷ് ഏട്ടനൊരു മോശം ബന്ധത്തിന് ഇറങ്ങി തിരിച്ചത്. നീതു പറയും നിന്റെ ചേട്ടന് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഓരോ അബദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? അത് കേൾക്കുമ്പോൾ ഹരീഷിന് ദേഷ്യം വരും. എൻ്റെ ചേട്ടന് ബുദ്ധിയില്ലെന്നോ? നീ ഇതും ഇതിനപ്പുറം പറയും. അന്ന് നിൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ട് താൻ കാരണം വേറൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് സുഭാഷ് ഏട്ടന് എങ്ങനെയെങ്കിലും കല്യാണം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത്. ആ സുഭാഷ് ഏട്ടൻ നിനക്കിപ്പോൾ ബുദ്ധിയില്ലാത്തവനായി അല്ലേ? നാവുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും വിളിച്ചു പറയരുത്. നീതു സോറിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹരീഷ് പറയും വായ്ത്തൊന്നൊക്കെ പറഞ്ഞിട്ട് സോറി എന്നോ. ഹരീഷ് നീതുവിനോട് പൊട്ടിത്തെറിക്കുകയാണ്. നീതു വയ്ക്കും നിനക്കെന്നോട് ഒട്ടും സ്നേഹമില്ലേ? ഹരീഷിന് ആ സമയത്ത് അതൊന്നും തളർത്തില്ല. ഹരീഷ് പറയും ഇല്ല, നീ എന്നെ ടോർച്ചർ ചെയ്യാവുന്ന രീതിയിൽ ഹരീഷ് മറുപടി പറയാണ്. നീതു പറയും നിന്നെയൊക്കെ കാണാൻ വന്ന് എന്നെ ചെരുപ്പൂരി അടിക്കണം. ഹരീഷ് പറയും ആയിക്കോ, ഇനി അതും കൂടി ഞാൻ ചെയ്യണോ? നീതു അവിടുന്ന് പിണങ്ങി പോവാണ്. ചായ കുടിച്ച് ഫ്രണ്ട്സ് വരുമ്പോൾ അവരോട് പറയും ഈ നാശം പിടിച്ച പ്രണയമൊന്നും എനിക്ക് പറ്റില്ല. രാവിലെ നികേഷും നിധിയും ബസ് സ്റ്റോപ്പിൽ നടന്നു പോവുകയാണ്. സുധീഷ് ഓടി അവരുടെ അടുത്തേക്ക് എത്തും. സുധീഷ് പറയും രാവിലെ തന്നെ പോകണം, ഗായം ഉണ്ടാവും അവിടെ. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വരും. നിധി പക്ഷേ ഒന്നും മൈൻഡ് ചെയ്യില്ല. നിധിയോട് എന്തൊക്കെയോ ചോദിക്കും, പക്ഷേ നിധി ഒന്നും പറയില്ല. സുധീഷ് മനസ്സ് പറയും ടോപ്പിക്ക് മാറ്റാം, അതാ നല്ലത്. സുധീഷ് സുഭാഷിൻ്റെ കല്യാണത്തിൻ്റെ കാര്യം എടുത്തിടുകയാണ്. എടാ നികേഷേ, നമുക്ക് സുഭാഷേൻ്റെ കല്യാണം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നടത്താം. സുഭാഷ് ഏട്ടനൊരു കുതിരപ്പുറത്തൊക്കെ വന്ന് പിന്നെ പെൺകുട്ടികളുടെ ഒരു കലാപരിപാടി ഇല്ലേ, അതൊക്കെ വെച്ച് നടത്താം, എങ്ങനെയുണ്ട്? നിധിയോട് ചോദിക്കുമ്പോൾ നിധി പറയും അവരാദ്യം ഒന്ന് അടുത്ത് ഇടപഴകട്ടെ, ഓരോരുത്തർക്ക് എങ്ങനെയും കല്യാണം കഴിച്ചാൽ മതി എന്നാ, അതുപോലെ ഒന്നും ആവണ്ടല്ലോ. നികേഷ് നിധിയോട് പറയും അനുഭവം ഗുരു അല്ലേ എടുത്തി. ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ സുധീഷ് വേഗം ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോവാണ്. സുധീഷ് അവിടെ പോയി സംസാരിക്കുന്നത് കാണുമ്പോൾ നിധിക്ക് വല്ലാത്ത ദേഷ്യം തോന്നും. ഗായത്രി സുധീഷിനോട് ചോദിക്കും ഇന്നെന്താ കൂളിംഗ് ഗ്ലാസ് വെച്ചില്ലേ? ഗായുവിനെ കാണാൻ നേരത്തെ ഇറങ്ങിയപ്പോൾ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ വിട്ടുപോയി. നിധിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പിറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. സുഭാഷ് പണി സൈറ്റിലെ ജോലി തീർക്കാനുള്ള തിരക്കിലാ. അവിനാഷിനോട് പറയും ഈ ജോലി ഈ ആഴ്ചക്കുള്ളിൽ തീർക്കാനുള്ള ജോലിയാ, നീ പറ്റുമെങ്കിൽ കുറച്ച് പണിക്കാരെ കൂടി ഏർപ്പാടാക്ക്. രണ്ടുപേര് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ആ സമയത്ത് ചാന്ദിനിയും ഭക്ഷണം കൊണ്ടുവരികയാണ്. അവിനാഷ് പറയും എന്നാൽ നമുക്ക് കൂടെ കഴിച്ചാലോ? സുഭാഷ് പറയും ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾ കഴിച്ചോ.
ചാന്ദിനി പറയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിക്കുകയാണ്. ചാന്ദിനി സുഭാഷിന് ഭക്ഷണം കൊടുക്കുന്നത് കാണുമ്പോൾ അവിനാശിന് വല്ലാത്തൊരു സന്തോഷം തോന്നും. ആ സമയത്ത് ഒരു കോൾ വരുമ്പോൾ അവിനാശ് പറയും ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്, ഞാനൊന്ന് പുറത്തു പോയി ഫോൺ വിളിച്ചിട്ട് വരാം. അവിനാശ് പുറത്തു പോയി കഴിയുമ്പോൾ സുഭാഷ് ചാന്ദിനിയോട് ചോദിക്കും നീ കഴിച്ചോ? ചാന്ദിനി പറയില്ല. സുഭാഷ് ചാന്ദിനിക്ക് വിളമ്പി കൊടുക്കുകയാണ്. ചാന്ദിനി സുഭാഷിനോട് ചോദിക്കും എനിക്ക് വള വാങ്ങിച്ചു തരുമെന്ന്. ഹിന്ദി ചോദിക്കുന്നതുകൊണ്ട് ആദ്യം സുഭാഷിന് അത് മനസ്സിലാവില്ല. പിന്നെ ചാന്ദിനി ആംഗ്യത്തിലൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ സുഭാഷിന് കാര്യം മനസ്സിലാവും. സുഭാഷ് കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും കുപ്പിവളയാണോ? കൈ ഇങ്ങനെ കിലുക്കി കാണിച്ചു കൊടുക്കും. സുഭാഷ് പറയും ഞാൻ വാങ്ങിച്ചു തരാം. നിധി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിദ്ധാർത്ഥ അങ്ങോട്ട് വന്ന് ചോദിക്കും എന്തായി കഴിഞ്ഞോ? നിധി പറയും ഒരു ഓൾമോസ്റ്റ്. സിദ്ധാർത്ഥ നോക്കിയിട്ട് പറയും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്താണോ അത്? കൂടെയുള്ള സ്റ്റാഫ് പറയും എല്ലാം നിധി തന്നെ ചെയ്തത്, ഞാൻ ഉണ്ടായിരുന്നേ ഉള്ളൂ. നിധി പറയും അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്തത്. സിദ്ധാർത്ഥ പറയും നിധി നാളെ നമുക്ക് റിയൽ ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, ആ പ്രൊജക്റ്റ് നിധി തന്നെ പ്രസൻറ്റ് ചെയ്യണം. നിധി പറയും ആ ചെയ്തോളാം സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് പോയി കഴിയുമ്പോൾ വക്കീലിൻ്റെ കോള് വരും. നാളെ രാവിലെ 11 മണിക്ക് കോടതി വരെ ഒന്ന് വരണം, നാളെയാണ് നമ്മുടെ കേസിൻ്റെ ഹിയറിംഗ്. നിധി പറയും അയ്യോ നാളെയോ? നാളെ എനിക്ക് ഒരു പ്രൊജക്ട് പ്രസൻറ്റേഷൻ ഉണ്ട്, അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ പറ്റുമോ? വക്കീൽ പറയും ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം, അടുത്ത ഹിയറിങ്ങിന് എന്തായാലും വരണം. നിധി അതിന് സമ്മതിക്കുകയാണ്.